ശക്തിയായി അടിച്ച് വിളിക്കുക. അജീഷേന് ശക്തിയായി അടിച്ച് വിളിക്കുക. അല്ല അവിടെ ചെന്ന് ഇങ്ങനല്ല കേട്ടോ, ശക്തിയായി വിളിക്കണം. അജീഷേ ഇനി അജീഷ് എന്താ പറ്റി എന്ന് നമ്മള് ചോദിക്കുന്നു. അജീഷിന് അനക്കമൊന്നുമില്ല ഇല്ലേ? അജീഷ് അങ്ങനെ ഒരു പ്രതികരണമൊന്നും ഇല്ലാതെ കിടക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇദ്ദേഹത്തിന് പൾസ് ഉണ്ടോ എന്ന് നോക്കണം. പൾസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പൊ പൾസ് നമ്മൾ നോക്കുന്നത് ആദ്യം നമ്മൾ റേഡിയൽ പൾസാണ് നോക്കുന്നത്. റേഡിയൽ പൾസ് നമ്മുടെ ഈ വിരല് കണ്ടോ, അതാണ് ഈ നഖം കണ്ടോ, തള്ളവരല് ഈ ഭാഗത്താണോ ഇങ്ങനെ വെച്ച് നോക്കി അറിയാൻ പറ്റും പൾസ് ഉണ്ടോ എന്ന്. കണ്ടോ, നിങ്ങൾ അമർത്തി നോക്ക്. ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. ഒരു വിധപ്പെട്ട പൾസ് ഒരു വിധപ്പെട്ടവർക്ക് അതിനെ റേഡിയൽ പൾസ് എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കി റേഡിയൽ പൾസ് ഇല്ല. അപ്പൊ നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ കരോട്ടിക് പൾസ് ഉണ്ട്. അതാണ്ട് കരോട്ടിക് പൾസ് ഇവിടെ ഒരു പൾസ് ഉണ്ട് കണ്ടോ. ഇവിടെ അമർത്തി നോക്കേ, ഇരിക്കുന്ന ശ്രദ്ധിച്ചു നോക്ക്. ഒരാൾ വന്ന് ചെയ്യണം കേട്ടോ. നാണം വേണ്ട. അതാണ്ട് നോക്കേ, പൾസ് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അജീഷ് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിയപ്പോ ഉണ്ട് പൾസ് ഉണ്ട്. അജീഷ് പൾസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? കുട്ടികളെ മനസ്സിലാക്കുന്നുണ്ടോ? അജീഷിന് നമ്മുടെ ഹൃദയം ഉണ്ടെന്ന് മനസ്സിലായി. അജീഷിന് ഹൃദയം കൊടുക്കുണ്ടെന്ന് മനസ്സിലായെങ്കിൽ CPR കൊടുക്കണോ? CPR കൊടുക്കണോ? വ്യക്തമായിട്ട് പഠിക്കണം. വേണോ വേണ്ടയോ? വേണ്ട. അജീഷിന് ഹൃദയം ഇരിക്കുന്നുണ്ട്. അപ്പൊ CPR കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം അജീഷിനെ എന്താ ചെയ്യേണ്ടത്? അജീഷിനെ ഒരു സൈഡിലേക്ക് ചരിച്ചു കിടക്കണം. അതിനെന്ന് പറഞ്ഞാൽ റിക്കവറി പൊസിഷൻ എന്നാ പറയുന്നത്. നേരെ പിടിക്കുക കണ്ടോ. അതിനുശേഷം അടുത്ത കൈ ഇങ്ങനെ കോർത്ത് പിടിക്കാം. മനസ്സിലായോ? കോർത്ത് പിടിക്കാം. കോർത്ത് പിടിക്കാം. ഇങ്ങനെ കോർത്ത് പിടിക്കാം. മനസ്സിലായോ? കോർത്ത് പിടിച്ചതിന് ശേഷം ഈ കീൽ ഏരിയ ഇദ്ദേഹത്തിന്റെ നെഞ്ചിലാണ് അമർത്തുന്നത്. നെഞ്ചിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേണം എന്ന് പറയുന്ന ഒരു എല്ല് ഇവിടെ ഉണ്ട്. ആ എല്ലിലാണ് നമ്മൾ അമർത്തുന്നത്. കൈ ഇതാണ് നമ്മുടെ വശമുള്ള കൈ നേരെ കോർത്ത് ഇങ്ങനെ പിടിക്കുക. കണ്ടോ? എന്നിട്ട് നെഞ്ചിലാണ് നമ്മൾ അമർത്തേണ്ടത്. മനസ്സിലായോ? സ്റ്റേണം എന്ന് പറയുന്ന എല്ലിലാണ് നമ്മൾ അമർത്തുന്നത്. അതിനുശേഷം ആ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ നിബിൾ ടു നിബിൾ ഒരു ഇമാജിനറി ലൈൻ വരയ്ക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഭാഗം, അതായത് നിബിൾ ടു നിബിൾ മുകളിൽ നിന്ന് താഴോട്ട് വരെ കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് നമ്മൾ സ്റ്റേണം എന്ന് പറയുന്ന എല്ല് വരുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ല, നമ്മുടെ കീൽ ഏരിയ നമ്മൾ ആ ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് പിടിക്കുന്നു. കണ്ടോ? ഇങ്ങനെ പിടിക്കുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അങ്ങനെ നെഞ്ച് അമർത്തുമ്പോൾ കൈമുട്ട് വളയാൻ പാടില്ല. കൈമുട്ട് വളയരുത്. നമ്മുടെ പ്രഷർ വരേണ്ടത് നമ്മുടെ ഷോൾഡർ ഏരിയയിൽ നിന്ന് തന്നെ വരണം. നമ്മുടെ ഷോൾഡർ ഭാഗത്ത് നിന്നാണ് എന്ത് വരേണ്ടത്? പ്രഷർ വരേണ്ടത്. നമ്മുടെ കൈമുട്ട് മടക്കാൻ പറ്റില്ല. ഇനി എത്ര പ്രാവശ്യം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ 2 പ്രാവശ്യം. 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം ചെയ്യണം? 2 പ്രാവശ്യം. അപ്പോൾ 1 മിനിറ്റിൽ 90 മുതൽ 100 പ്രാവശ്യം വരെ നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ആൾ ഒതുക്കിയത് നേരെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. അല്ലെങ്കിൽ അയാൾ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കില്ല. നമ്മളെ കാണും. ഇങ്ങനെ കഴുത്തിൽ നിന്ന് പൊട്ടിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മളിങ്ങനെ കഴുത്ത് പൊട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ടേ പൊക്കിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൈ മാത്രമേ ഉള്ളൂ ഇല്ലേ? നമ്മള് ബാക്ക് സ്ട്രോക്ക് ചെയ്യണം. അതാണ് ഇങ്ങനെ നീന്തണം. ഇങ്ങനെ നീന്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇയാളെയും കൊണ്ട് ഇങ്ങനെ നീന്തിയെങ്കിൽ മാത്രമേ നമുക്ക് കരയിലേക്ക് വരാൻ പറ്റുള്ളൂ ഇല്ലേ? ഈ കഴിവ് എത്ര പേർക്ക് കാണും? അതുകൊണ്ടാണ് പറയുന്നത്, ഒരാൾ ഇത്രയും കഴിവുണ്ട്
അപകടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വെള്ളത്തിലേക്ക് ചാടാവൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാനും കൂടി അപകടത്തിൽപ്പെടും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള